ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഒരു ധനികനായ അമേരിക്കൻ ജഡ്ജിക്ക് വലിയ ദൈവവിശ്വാസിയായ ഒരു നീഗ്രോ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇവരൊരുമിച്ച് കാട്ടിൽ താറാവിനെ വെടിവെച്ച് പിടിക്കുവാൻ പോകുമായിരുന്നു. ഒരു ദിവസം വഴിമധ്യേ ജഡ്ജി ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞു: സാം, നിന്റെ ക്രിസ്ത്യാനിത്വം അത്ഭുതമായിരിക്കുന്നു. ഞാനൊരു വിശ്വാസിയേ അല്ല. എനിക്ക് ദൈവവുമില്ല, സാത്താനുമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല. ഞാൻ യേശു ക്രിസ്തുവിലും വേദപുസ്തകത്തിലും വിശ്വസിക്കുന്നില്ല. എന്നിട്ടും എനിക്കൊരു പ്രശ്നവുമില്ല. നീ ഒരു ക്രിസ്ത്യാനിയായിട്ടും നിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടത അനുഭവിക്കുന്നല്ലോ. വിശ്വാസിയായ നിന്നേക്കാൾ എത്രയധികം സന്തോഷവാനാണ് ദൈവത്തെ വിശ്വസിക്കാത്ത ഞാൻ എന്ന് നീ സമ്മതിച്ചേ തീരൂ. പാവം സാം മിണ്ടാതിരുന്നു. എന്തുത്തരം പറയണമെന്നറിയാതെ കുഴങ്ങി. ഏതായാലും താമസിയാതെ ഉദ്ദിഷ്ടസ്ഥാനത്തെത്തി. യജമാനൻ വളരെ താറാവുകളെ വെടിവെച്ച് വീഴ്ത്തി. സാം അവയെ പെറുക്കി കൊണ്ടുവരേണ്ടിയിരുന്നു. പെറുക്കുവാനായി സാം ഓടിയപ്പോൾ പിറകിൽ നിന്നും യജമാനൻ വിളിച്ചു പറഞ്ഞു: ചത്തതിനെ പെറുക്കേണ്ട, അത് ഓടിപ്പോകുകയില്ലല്ലോ. മുറിവേറ്റതിനെ അവ ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് നീ പിടിച്ചെടുക്കണം. സാം അങ്ങനെ ചെയ്തു താറാവുകളുമായി മടങ്ങി വന്നു. ജഡ്ജിയോട് പറഞ്ഞു: സാർ, എനിക്ക് സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ കിട്ടി. നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം. സാർ ഒരു ചത്ത താറാവിനോട് സമം. അതിനാൽ സാത്താൻ അങ്ങയെ അവൻ്റെ അടിമയായി ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. നിനക്ക് അവനിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ പാടില്ലെന്നും അവനറിയാം. ഞാനോ മുറിപ്പെട്ടവനായി അവനിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു വിശ്വാസി. അതാണവൻ എൻ്റെ പിറകെ വന്ന് വേദനയും കഷ്ടവും ഒക്കെ തന്ന് പിടിച്ചെടുക്കുമോ എന്ന് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും നീ നിൻ്റെ പാപത്തിൽ മരിച്ചു കിടക്കുന്നവനാണോ? എങ്കിൽ നീ സാത്താൻ്റെ വക തന്നെ. ഒരുവന് മാത്രം നിന്നെ വിടുവിക്കാം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് മാത്രം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സാത്താൻ്റെ പിടിയിൽ അകപ്പെടാതെ വണ്ണം കർത്താവേ, ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാനും വചനപ്രകാരം ജീവിക്കുവാനും പാപരഹിതമായ ഒരു ജീവൻ നയിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും ഒരിക്കലും ഓടിപ്പോകാതെ ദൈവസന്നിധിയിൽ വചനത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.